ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശരത്ത് ആണെങ്കിൽ ആത്മഹത്യ ചെയ്യാനൊക്കെ ഒരുങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശരത്തിനെ ഒരു തരത്തിൽ സമാധാനിപ്പിച്ച് സച്ചി കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ വീട്ടിൽ നിന്നാൽ ഉറപ്പായിട്ടും പോലീസ് വരുമല്ലോ. അങ്ങനെ പോലീസ് വന്നാൽ എന്തായാലും ശരത്തിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. ഒരു 14 ദിവസം റിമാൻഡിലാവുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും അവൻ പഠിക്കുന്ന പയ്യനായതുകൊണ്ട് അവന് അങ്ങനെ ഒരു ബ്ലാക്ക് മാർക്ക് വീഴാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ ശരത്തിനെ കൊണ്ടുപോയി ഈച്ചയുടെ വീട്ടിലാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് അവിടെ കൊണ്ടുപോയി ആക്കിയിട്ട് ശരത്തിനോട് പറയുന്നുണ്ട്, നീ ഫോൺ ഓൺ ആക്കുകയും ചെയ്യരുത്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈച്ചയുടെ ഫോണിൽ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈച്ചേനെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ഏൽപ്പിച്ചിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ശരത്തിനെ അവിടെ ആക്കിയിട്ട് സച്ചിയും രേവതിയും കൂടിയിട്ട് തിരിച്ച് ചന്ദ്രോദയത്തിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ അമ്മ എന്നോട് അങ്ങോട്ടേക്ക് വരണ്ടെന്നാ പറഞ്ഞിരിക്കുന്നതെന്നേ, എന്നാൽ നീ എൻ്റെ ഭാര്യയാണ്, നീ എൻ്റെ കൂടെ വന്നേ മതിയാവൂന്നും പറഞ്ഞ് സച്ചി നിർബന്ധിച്ചിട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ശരത്തിനെ സച്ചിയേട്ടൻ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകാതെ പോയല്ലോ. എന്തായാലും സച്ചിയേട്ടൻ അവന് ഇത്ര കരുതൽ കൊടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ പറയുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, രേവതി അവനോട് എനിക്ക് എപ്പോഴാണ് സ്നേഹം ഇല്ലാതിരുന്നത്? ഈ വീഡിയോ ഒരിക്കലും ആരും കാണരുതെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് മാത്രമാണ് ആ വീഡിയോ പുറത്തു വന്നതെന്ന് പറയാനേ. ഈ സമയം രേവതി ആണെങ്കിൽ പുതിയൊരു ഫോൺ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്ത് സച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ രേവതി ഇത്? ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിനിടയ്ക്ക് ഇപ്പം ഈ ഒരു ഫോണും കൂടി വേണമെന്ന് ചോദിക്കുകയാണേ. സച്ചിയേട്ടനൊരു ഫോൺ ഇല്ലാതായതുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. സച്ചിയേട്ടന് സർപ്രൈസ് ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഈ ഫോൺ തരണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ആയല്ലോ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ രേവതി ആ ഫോൺ നീട്ടുന്നത്. അതിനുശേഷമായിട്ട് രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ എനിക്ക് ഇതുവരെ മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. ഈ വീഡിയോ ഒരിക്കലും പുറത്തു വരരുത്, ഇതാരും അറിയല്ലെന്ന് സച്ചിയേട്ടൻ വിചാരിച്ചിരുന്നല്ലോ. പിന്നെ എന്താ സച്ചിയേട്ടൻ ആ ഫോണിൽ നിന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാതിരുന്നതെന്നേ? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അത് രേവതി, അത് ഞാൻ അന്ന് തന്നെ ഡിലീറ്റ് ചെയ്യാൻ ഒരുങ്ങിയതാണ്. എന്നാൽ മഹേഷാണ് എന്നോട് പറഞ്ഞത്, നീ ഇപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യണ്ട, എന്തായാലും ശരത്ത് ഇനിയും നമ്മൾ പറയുന്നത് അനുസരിക്കാതെയും തെറ്റുകളിലേക്കൊക്കെ പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഈ വീഡിയോ ഉണ്ടെന്നറിയുമ്പോൾ അവനൊരു ഭയം വരുമല്ലോ. അപ്പോൾ പറഞ്ഞ അനുസരിക്കാത്ത സമയത്ത് ഈ വീഡിയോ അവനെ കാണിച്ചൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ സൂക്ഷിച്ചത്. മഹേഷ് അന്ന് പറഞ്ഞപ്പോൾ എനിക്കും അത് നല്ലതാണെന്ന് തോന്നി. നിന്റെ അനിയനാണെങ്കിൽ അന്ന് എൻ്റെ വാക്കുകളൊന്നും അംഗീകരിക്കില്ലായിരുന്നല്ലോ എന്ന് പറയാനേ. അപ്പോഴേക്ക് രേവതി ഇങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, ആ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അന്ന് തന്നെ ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്താൽ മതിയായിരുന്നു, എങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ആ വീഡിയോ എന്തായാലും പുറത്തു വരണമെന്നുണ്ടായിരുന്നായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇപ്പോൾ വന്നു, അതിനി എന്തായാലും പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതല്ല രേവതി, എന്തായാലും ഇത്രയും നാള് എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നപ്പോൾ ആ വീഡിയോ പുറത്തു പോയിരുന്നില്ല. എന്നാൽ എൻ്റെ ഫോണ് കാണാതായതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആ വീഡിയോ പുറത്തു വന്നെങ്കിൽ ഇതാരോ പ്ലാൻ ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നതെന്നേ. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, അതെ സച്ചിയേട്ടാ എനിക്കും അത് നല്ല സംശയമുണ്ട്, അത് ആൻ്റണി തന്നെയായിരിക്കുമെന്ന് രേവതി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെ ആൻ്റണി ആവാൻ ചാൻസ് ഇല്ല, കാരണം അവനത് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പണ്ടേ ആകായിരുന്നു. എന്നാൽ ഇത് മറ്റാരോ ആണ് ചെയ്തിരിക്കുന്നതെന്ന് പറയാനേ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ അവർക്ക് ഈ വീഡിയോ പുറത്തിറക്കുന്നതുകൊണ്ട് എന്ത് ലാഭം ഉണ്ടാവാനാ രേവതി? അവർക്ക് ലാഭം ഉണ്ടാവുന്നതിനേക്കാളും നമുക്ക് നഷ്ടം ഉണ്ടാവുന്നതിനെ ആഗ്രഹിക്കുന്നവരാണെങ്കിലോ അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ പോരെ എന്ന് പറയുന്നുണ്ട്. എന്നാലും അങ്ങനെയൊക്കെ ചെയ്യാൻ ആരാ സച്ചിയേട്ടാന്ന് പറയുമ്പോൾ രേവതി, അതെന്തായാലും ഞാൻ കണ്ടുപിടിച്ചാൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ സച്ചിയും പറയുന്നുണ്ട്.
രേവതി, അതൊന്നുമല്ല ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം. അമ്മ ശരത്തിനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കാതിരിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇനി വീട്ടിലേക്ക് ഇപ്പം തന്നെ ചെല്ലണമെന്ന് പറയുന്നുണ്ടേ. രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ, ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ് വീട്ടിലേക്ക് വരുന്നത്? അവിടെയുള്ളവരുടെ മുഖത്തെല്ലാം ഞാൻ എങ്ങനെ നോക്കും? പ്രത്യേകിച്ച് അച്ഛൻ്റെ മുഖത്തെന്ന് പറയാനേ. എന്നാൽ സച്ചി പറയുന്നുണ്ട്, രേവതി, അമ്മയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ വലിയൊരു പഞ്ചായത്ത് തന്നെ അവിടെ കൂട്ടിയിട്ടുണ്ടാവും. വടിവാൾ എടുത്തിട്ടുമായിരിക്കും നിൽക്കുന്നത്. എന്നാൽ അച്ഛനെ പറഞ്ഞ് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയും കൂട്ടി നമ്മുടെ സച്ചി വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ രേവതി ഉള്ളിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രമതി പാഞ്ഞിങ് വരികയാണ് കേട്ടോ. നിക്കടി അവിടെ, നിന്നോടാരാ ഈ വീട്ടിലേക്ക് കയറാൻ പറഞ്ഞത്? നിന്നോട് ഇങ്ങോട്ടേക്ക് കയറല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതെ, അവളോട് ഈ വീട്ടിൽ കയറില്ലെന്ന് പറയാൻ നിങ്ങളാരാന്നേ? ഇവള് എൻ്റെ ഭാര്യയാണ്, ഇത് അവളുടെയും കൂടി വീടാണെന്ന് പറയണേ. അപ്പോഴേക്ക് ശ്രുതി വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താ പറഞ്ഞത്? ഇത് അവളുടെ വീടെന്നോ? ഇത് അമ്മയുടെ വീടാണ്. അപ്പോൾ അമ്മ പറയുന്നതനുസരിച്ച് വേണം ഇവിടെ എല്ലാവരും ജീവിക്കാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതെ, ഇതിൻ്റെ ഇടയിലേക്ക് നിന്നെ ആരാ ക്ഷണിച്ചത്? നീ അങ്ങോട്ടേക്ക് മാറി നിൽക്കുക, അതിനെക്കുറിച്ച് സംസാരിക്കാൻ നിനക്ക് യോഗ്യതയില്ലെന്ന് സച്ചി പറയുന്നുണ്ട്. നീ എന്താ പറഞ്ഞേ? എനിക്ക് പറയാൻ അധികാരമില്ലെന്നോ? ഇപ്പോഴേ ഇവളുടെ അനിയൻ്റെ വീഡിയോ ആണ് നാട്ടുകാർ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ നാണക്കേട് ബിസിനസ്മാനായ എനിക്കും കൂടിയാണെന്ന് പറയാനേ. എന്നിട്ട് എനിക്ക് പറയാൻ അധികാരമില്ലല്ലോ എന്ന് നീ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഓ, നിനക്കോ? എന്താടാ നീ വിചാരിച്ചിരിക്കുന്നത്? നാട്ടുകാരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിളിച്ചു കൂട്ടിയ വിവാഹത്തിൽ നിന്ന് പണവും എടുത്തുകൊണ്ട് ഓടിപ്പോയ നിനക്ക് ഇവളെക്കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയുള്ളെന്ന് ചോദിക്കുന്നുണ്ട്. ഇതിന് മറുപടി കൊടുക്കുന്നത് ചന്ദ്രമതിയാണ് കേട്ടോ. എടാ, നീ അവനെ എന്തിനാണ് അവൻ്റെ നേരെ ചാടിക്കടിക്കുന്നത്? എന്തായാലും മോഷ്ടാക്കളുടെ കുടുംബത്തിൽ നിന്ന് ഒരുത്തിയെ ഈ വീട്ടിൽ ഞാൻ കയറ്റില്ലെന്ന് പറയാനേ. അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, ഓ, എങ്കിൽ പിന്നെ ഇവനെ എന്തിനാണ് ഈ വീട്ടിൽ വെച്ചിരിക്കുന്നത്? അവനല്ലേ ആദ്യം മോഷ്ടിച്ചതെന്ന് ചോദിക്കുകയാണേ. എന്നാൽ ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ, ഇവ മോഷ്ടിച്ചെങ്കിൽ അവനത് അധികാരമുള്ള പൈസയാണെന്ന് പറയുന്നുണ്ട്. എന്ത് അധികാരമുള്ള പൈസ? അത് എനിക്കും ശ്രീകാന്തിനും കൂടി അധികാരപ്പെട്ട പൈസയല്ലേ? അത് അവൻ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവൻ തന്നെ ആദ്യം മോഷ്ടാവായതെന്ന് സച്ചിയും പറയുന്നുണ്ട്. ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ, നിന്റെ അളിയൻ എൻ്റെ കയ്യിൽ നിന്നാണ് പണം മോഷ്ടിച്ചത്. മോഷ്ടാക്കളുടെ കുടുംബത്തിൽ നിന്ന് ഒരുത്തി ഈ വീട്ടിൽ കയറാൻ ഞാൻ അനുവദിക്കില്ല. ഇവര് എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഈ മോഷണങ്ങളൊക്കെ നടത്തുന്നത്. ആ കുടുംബം തന്നെ ഒരു കള്ള കുടുംബമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ സച്ചി പറയുന്നുണ്ട്, ദേ നോക്ക്, നിങ്ങൾ കുടുംബത്തെക്കുറിച്ച് പറയല്ലെന്നേ. ഓ, പിന്നെ വലിയ റോയൽ കുടുംബമല്ലേ, പറഞ്ഞ് രസിക്കാനായിട്ടുള്ള ഒരു കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ പുച്ഛിക്കുന്നുണ്ട്. രേവതിയാണെങ്കിൽ മിണ്ടാതെ തല കുനിച്ച് നിൽക്കുക മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. സച്ചി പറയുന്നുണ്ട്, ദേ, ഞാൻ ആദ്യം പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുമെന്നേ. നീ പറയുന്നത് ഞാൻ എന്തിനാടാ കേൾക്കുന്നത്? അതെ, എനിക്ക് പറയാനുള്ളത് ഞാൻ അച്ഛനോട് പറഞ്ഞോളാന്ന് സച്ചി പറയുന്നുണ്ട്. അങ്ങനെ രേവതിയുടെ കൈയും പിടിച്ചിട്ട് സച്ചി ഉള്ളിലേക്ക് അങ്ങ് കയറി ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് രവിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ ന്യായസ്ഥനാണ്, ഞാൻ നടന്ന കാര്യങ്ങൾ എന്താന്ന് പറയാമെന്നും പറഞ്ഞിട്ട് സച്ചി തുടങ്ങുകയാണേ. അപ്പോഴേക്ക് ചന്ദ്രമതി വീണ്ടും പറയുന്നുണ്ട്, അതെ, നടന്ന കാര്യങ്ങളെല്ലാം നാട്ടുകാർ മുഴുവൻ കണ്ടതാണല്ലോ, നീ ഇനി എന്ത് കൂടുതലും പറയാനാടാ? അതെ, ഞാൻ പറയുന്നത് അച്ഛനോടാണ്, നിങ്ങൾ വായടച്ചിരിക്കെന്നും പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ വായങ്ങ് അടപ്പിക്കുന്നുണ്ട്. അങ്ങനെ സച്ചി നടന്ന കാര്യങ്ങളൊക്കെ രവീന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും ചന്ദ്രമതി അങ്ങ് ഉറഞ്ഞു തുള്ളുകയാണ് കേട്ടോ. ദേ രവിയേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇവൾ ഈ വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല, ഇവൾ ഇപ്പം ഇറങ്ങണമെന്ന് പറയുന്നുണ്ട്. അതിനെതിരായിട്ട് നമ്മുടെ സച്ചിയെ നല്ല രീതിയിൽ വാദിക്കുന്നുണ്ട്. രവിയാണെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കാരണം ശരത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് രവിക്കും അറിയാം. പിന്നെ ചന്ദ്രമതിയുടെ അടുത്ത് പറഞ്ഞു നിൽക്കാനൊന്നുമില്ലല്ലോ. അങ്ങനെ രവി മിണ്ടാതെ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും 2 പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചന്ദ്രമതിയോട് വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെയാണോ മോഷ്ടിച്ച വീഡിയോ വന്നത്? അത് നിങ്ങളുടെ ബാഗല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ സാർ, അതെ, നിങ്ങൾക്ക് പരാതിയില്ലെങ്കിൽ നിങ്ങൾ എഴുതി തരണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് ചന്ദ്രമതി പറഞ്ഞു, പരാതിയില്ലെന്ന് ആര് പറഞ്ഞു എന്നേ? അപ്പോഴേക്ക് പോലീസുകാർ സച്ചിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നുണ്ട്, അതെ, ഇയാളാണ് സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞത് അത് കുടുംബ പ്രശ്നമാണ്, പരാതിയൊന്നും ഇല്ലെന്ന്.